നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അത് തന്നെ വളരെ എനർജറ്റിക് ആയി വന്നപ്പം മുതൽ ഇങ്ങനെ ഓരോ സ്കിറ്റും കാണാൻ ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുന്ന ഓഡിയൻസിനെ തന്നെ ആദ്യം വിളിക്കാം. പാലക്കാട് നെന്മാറയിൽ നിന്നാണ് വരുന്നത്. മേലാർകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് PHSC ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആശാ വർക്കേഴ്സ് ചേച്ചിമാരാണ്. എല്ലാവർക്കും നമ്മുടെ ഷോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു നല്ല കൈഡി നിർത്തേണ്ട കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, പ്രചോദേട്ട ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. വെൽക്കം. എന്നാ പിന്നെ ആദ്യത്തെ സ്കിറ്റിലേക്ക് കിടക്കാം. വിളിക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. സിൽവർ പഞ്ചുകൾ ശീലമാക്കിയ ഒരു ടീമാണ് വരാൻ പോകുന്നത്. ടീം ട്രിപ്പിൾ S. പറഞ്ഞോ. ശ്യാമ്, സെൽവൻ, ശംഭു. എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. എന്റെ ഭഗവാനെ, വല്ലാത്തൊരവസ്ഥയായി പോയി. നാളെ എന്റെ കല്യാണോട്. നിങ്ങൾ ഒറ്റ വെള്ളമടിയാണ് ഇതിനെല്ലാത്തിനും കാരണം. ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെയെങ്കിലും എളുപ്പ വഴി വരാന്ന് പറഞ്ഞ് നിങ്ങളെ ലോറിയിലോട്ട് ഞാനൊന്ന് ചാടി കയറി കഷ്ടകാലം അവിടെ തുടങ്ങി. നിന്റെ ഗൂഗിൾ മാപ്പിളെ നോക്കിയ സമയത്ത് എനിക്ക് തോന്നി ഇത് വഴി തെറ്റു. നീ കറക്റ്റായിട്ട് നോക്കണ്ടായിരുന്നു. നീ ഗൂഗിൾ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോന്ന് പറഞ്ഞ വഴി തെറ്റൂല്ലേ? ഗൂഗിൾ മാപ്പ് അതെന്നെ. നാളെ എന്റെ കല്യാണമാണ്. ഞാൻ അവിടെ ഓടി നടന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ട പയ്യനായിരുന്നു ഞാൻ. കല്യാണത്തിന് മുമ്പല്ല ഓടുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് വേണം ഓടാ. അതെന്തോ നോട്ടം? കല്യാണം കഴിയുമ്പോഴല്ലേ നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തോ പ്രശ്നം? ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഐസക് ന്യൂട്ടൺ ഈ എന്തോ കണ്ടുപിടിച്ച പുള്ളി ഗുരുത്വാകർഷണമല്ലോ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചത്? മറ്റേ ആപ്പിൾ മരത്തിന്റെ ചുവട്ടി ഒന്ന് ആപ്പിൾ തലയെ കൂടെ വീണ് കണ്ടുപിടിച്ചു ആണല്ലോ. ഇങ്ങനെ കല്യാണം കഴിക്കാത്തപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്. കല്യാണം കഴിച്ചിട്ടാണ് പുള്ളി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ആപ്പിൾ മരത്തിന്റെ മുകളിലോട്ട് പോണെങ്കിൽ അപ്പോഴേ വിളി വരും. അണ്ണാ എവിടേക്കടാ, നമ്മളെ പെൻഷൻ മേടിക്കാൻ പോണം. അപ്പൊ വയ്യാതെ കിടക്കുന്നു. ഇങ്ങനെ വിളിക്കൂലേ? ഒന്നും പുള്ളിക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലായിരുന്നു. അതുകൊണ്ട് നിനക്ക് ഇതിന് എന്ത് മനസ്സിലായി? ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചിട്ടേ കല്യാണം കഴിക്കാൻ ഒന്നും മനസ്സിലായി. ഞാൻ ആപ്പ ഊപ്പ പയ്യനൊന്നും അല്ല കേട്ടോ. എന്തിനാണോ എന്തോ നാട്ടുകാർക്ക് സദ്യ കൊടുക്കാൻ വേണ്ടി വെറുതെ ഞാൻ ആപ്പ ഊപ്പ പയ്യനൊന്നും അല്ല. ഞാൻ ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എന്റെ ഫ്രണ്ടിൽ 8 കമ്പ്യൂട്ടർ നിരത്തി വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഓരോ മണിക്കൂറിലും 1 ലക്ഷം രൂപ സാലറി ഉണ്ട്. അറിയോ? പലതരം നുണയും കേട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് നുണ ആദ്യം. എടാ, ഈ ലാപ്ടോപ്പിൽ എങ്ങനെ നീ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് എങ്ങനെ അതിൽ കിടന്ന് ഉരുളോ? കീബോർഡിൽ കിടന്ന് ഉരുളോ? നീ എങ്ങനെ ഇത് ശരിയാക്കും? ഇത് വല്ലാത്തൊരവസ്ഥയാണ്. എങ്ങനെയെങ്കിലും നാട്ടിൽ പോകുന്ന വെച്ചാ. നാടെവിടെയാണ്? തമ്മനം. അത് ഡിങ് ഡിങ് ഡാൻസ് കളിക്കുന്ന ഒരു നടിയല്ലേ? അത് തമ്മന്ന. നിങ്ങളെ സ്ഥലം എവിടെയാണ്? കൊട്ടാരക്കര മണ്ണടി. നിങ്ങൾ കൊട്ടാരക്കര മണ്ണടിക്കുക, കൊല്ലത്ത് മണലിറക്കുകയും ചെയ്യും. നിങ്ങൾ സ്ഥലം പറ. അയ്യോ അനിയ, അതല്ല പറഞ്ഞ. കൊട്ടാരക്കര മണ്ണടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണ്ണടി. ഈ മണ്ണടിയിലല്ലേ പണ്ട് വേലുത്തമ്പി ദളവയും ബ്രിട്ടീഷുകാരും തമ്മിൽ അടിയുണ്ടായത്? ഞാനൊരു 6 മണിക്ക് ശേഷം ജംഗ്ഷനിൽ നിൽക്കും. പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഈ നമ്മളിപ്പോ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ഈ പിടിച്ചു മാറ്റാൻ നിന്നാലും വിഷയങ്ങളാണ്. ബ്രിട്ടീഷുകാരല്ല, ആരെന്ന് പറഞ്ഞാലും എന്റെ ദേഹം നൊന്നാ ഞാൻ കന്നമ്പുളക്ക തല്ലോ എന്ന് പറഞ്ഞാൽ തല്ലോ. അത് ഉള്ളതാണ്. വയറ് ഭയങ്കര വേദനയാണ്. രാവിലെ കഴിച്ച ഫുഡ് ശരിയായില്ല. അനി എന്തോ കഴിച്ചേ? 4 ചപ്പാത്തിയും ഡാല് കറിയും. അയ്യോ, ഈ ചപ്പാത്തിയും ഡാല് കറിയും ഒന്നും കഴിക്കരുത് കേട്ടോ. അതൊക്കെ വയറ്റിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആണെന്ന്. നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് സന്ധ്യ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. ഈ പെങ്കൊച്ചിന് ഞാൻ ചപ്പാത്തിയും ഡാല് കറിയും മേടിച്ചു കൊടുത്തു. വയറ്റിന് പിടിച്ചില്ല. പിന്നെന്താ ഇത്? പിന്നെ ഞാൻ രാത്രി ആയപ്പോ ഒരു മസാല ദോശ മേടിച്ചോണ്ട് കൊടുത്തു. അപ്പൊ വയറ്റിന് പിടിച്ചില്ലെന്ന്. പിന്നെ പുള്ളിക്കാരിയുടെ മാപ്പിള എന്റെ പിറകുശത്ത് തോളിലൊന്ന് അതോടുകൂടി ഞാൻ ഈ മേടിച്ചു കൊടുപ്പങ്ങ് നിർത്തി. എനിക്ക് വെറുതെ എന്തിനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആൾക്കാർ. നിങ്ങൾക്ക് വല്ലതും കഴിക്കാൻ വേണോ? നിങ്ങളെല്ലാം കഴിച്ചായിരുന്ന? ഞാൻ രാവിലെ ഒരു ചായ കുടിച്ചു. അതിന്റെ മുകളിലുള്ള നിപ്പാണ്. അണ്ണോ, ഈ ചായയുടെ മണ്ടയിൽ നിൽക്കാനും ഇരിക്കാനും നിങ്ങൾ എന്താണ്, ഈച്ചയാണോ? ഇത് ഈ കാടാണ്. ഈ കാടായതുകൊണ്ട് ഈ ഈച്ച ഇവിടെ കിടന്ന് കറങ്ങിക്കോളും. ഇത് ഇവിടെ നിന്ന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാ നീ കൊണ്ടുവരണം. ഇത് ഏറിപ്പോയി കഴിഞ്ഞാൽ അറിയാലോ, നീയും ഈച്ചയും വയറിലാണ് ഈ സാധനം. ഈ കാട്ടിക്കിടന്ന് ഇത് കറങ്ങണം. ഈച്ചയെ നോക്കേണ്ട നിന്റെ ഉത്തരവാദിത്വം. ആരെങ്കിലും വന്നെങ്കിൽ വഴിയെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു. ആരും
இங்க கலாட்டை என்ன தெரியுமா? ഇല്ല நான் தான் இங்க கவுண்டர். അയ്യോ ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടാ. ഈ സിറ്റുവേഷൻ തൊട്ട് കൗണ്ടർ കൊണ്ടാ കേരളം. അണ്ണ ഒന്ന് ചിരിച്ചാണ. எதுக்குடா என்ன சிரிக்க வச்ச? ഒരു കൗണ്ടർ ഇവിടെ ചിരിക്കാതെ പോകരുത്. ஏய் என்கிட்ட அப்படி பேசக்கூடாது. ஜாக்கிரதை. അണ്ണാച്ചി ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ്. ഇതാണല്ലേ ജാഗ്രത. നമ്മുടെ ഹൃദയ അതുകൊണ്ട് അവിടെ ഒരു തിപ്രതയുണ്ട്, ചെറുതാണല്ലേ, നല്ലതാണ്. തമിഴ്നാട്ടിൽ മാത്രം ഇത് വെക്കുന്നത്. എങ്ങനെ വരച്ചാ വെക്കുന്ന ഇത് ജാഗ്രത? என்ன பேச்சு பேசுற? என்ன பேச்சு பேசுற? என்கிட்ட யாரும் இந்த மாதிரி சொல்ல மாட்டேன். പാട്ടേ சொல்ல மாட்டேன். കക്ഷിയാരാന്ന് മനസ്സിലായോ? വേണ്ട, ഈ തോർത്തിൽ എഴുതി വെച്ചിട്ട് കക്ഷിയാരാന്ന് മനസ്സിലായില്ല. ഈ പുള്ളി കൊല്ലത്തുള്ള ഒരു മാട്ടയാണ് പറഞ്ഞ കേട്ടില്ലേ? കൊല്ല മാട്ട എന്ന് പറഞ്ഞു. കൊല്ലത്ത് ഏത് മാട്ട ട്രൂപ്പിലാണ്? തൂക്കണം കുരുവിയിൽ വല്ലതും ഉണ്ടോ? போங்கய்யா. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്നും മിണ്ടാതിരി. ഒന്നാമത് കല്യാണം നിങ്ങൾ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഫീലിങ്സ് അറിഞ്ഞൂടാ. ഇങ്ങനെയും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോണം. என்னடா எனக்கு கல்யாணம் தெரியாதா? டேய் நான் முதலே கல்யாணம் பண்ணியாச்சா. ஆனா எனக்கு குழந்தைகள் இல்லை. അണ്ണാച്ചി, ഇതിന് നമ്മള് പരാതി പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യം. ഈ മുതലേ എന്ന് പറയുന്ന സാധനം മൊത്തം മുള്ളാണ്. പിന്നെ ഇതിന്റെ വായെന്ന് പറഞ്ഞ വലുതാണ്. ഇതിന് നമുക്കൊരു ഉമ്മ കൊടുക്കാൻ പോലും പറ്റും. പിന്നെ കുട്ടികളില്ല എന്ന് പരാതി പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പുള്ളിയോട് തമിഴ് പറയാൻ എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് വഴി ചോദിച്ചണ്ണ. ഏയ് അണ്ണാച്ചേ, ஆமா. ഞാനും ഈ അനിയൻ പയ്യനും കൂടി ബാംഗ്ലൂരിൽ നിന്ന് ഈ വണ്ടിയിൽ വരുമായിരുന്നു. അദ്ദേഹത്തിന് കല്യാണം അടുത്ത ഉടനെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അപ്പൊ എനിക്കാണെങ്കിൽ കൊണ്ടാക്കാനുള്ള സൗകര്യവും ഇല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് അണ്ണാച്ചി ഒന്ന് വീട്ടിലാക്കി കൊടുക്കൂ. என்ன வேணும்? എടേ, അണ്ണാച്ചി പറഞ്ഞ എന്താന്നറിയോ? നിന്റെ കൊണ്ടുപോകണമെങ്കിൽ എണ്ണ വേണമെന്ന്. என்ன கிண்டல் பண்ணியா? കിണ്ടല് കണക്ക് എണ്ണ എന്തിനാ അണ്ണാച്ചി? ഒഴിച്ചൊഴിച്ച് പോവാനാ പോണ വഴിക്ക്. ഇത് എന്തോന്ന്? അല്ല, എന്തിനാ എണ്ണ എന്തിനാ അണ്ണാച്ചി? என்னடா பேசுறது? ஒண்ணுமே புரியலையே. പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് കാര്യം മനസ്സിലാവില്ല. കല്യാണത്തിന്റെ പാർട്ടി കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യേണ്ടത്. ആണ്. ഒന്നാമത് റിസപ്ഷനിൽ പാടേണ്ടതും കല്യാണ ചെറുക്കനായി ഞാനാണ്. അയ്യോ, പാട്ടൊക്കെ പാടുന്നുണ്ടോ? ചെറുതായിട്ട് പാടുന്ന. ഏത് പാട്ടാ പാടുന്നത്? വിളക്കു വെക്കും ഊതും പിന്നെ കത്തിക്കും. ലലലലല. വിളക്കു വെക്കും ഊതും പിന്നെ കത്തിക്കും. ലലലലല. ഇത് നീ ഈ പാട്ട് കോഡ്ലെസ് മൈക്കിലെ പാടാവൂ കേട്ടോ. ഈ വയറുള്ള മൈക്കിൽ ഇത് പാടരുത്. അതെന്താണ് ഓരോ മൈക്ക് പാടിയ? പാടിക്കഴിഞ്ഞാൽ കമ്മറ്റിക്കാരി ഈ വയറി പിടിച്ച് ഇങ്ങനെ നിന്റെ അടുത്ത് വരും. അടുത്ത് വന്നിട്ട് നിന്നെ കണ്ടുപിടിച്ചാ നീ പറഞ്ഞതുപോലെ തന്നെ വിളക്ക് വെക്കും വീട്ടിൽ പിന്നെ കത്തി അങ്ങനെ നടക്കും. പക്ഷെ ഒരു കാര്യം എന്താ, കാട് ഭയങ്കര രസമൊക്കെ തന്നെ. ഇവിടെ നല്ല വിശേഷമൊക്കെ ഉണ്ടാണ്. காடுக்கு ஃபுல்லா தீ பிடிக்குமா? കാട്ടിന് തീ പിടിക്കോ? என்ன பனி பிடிக்குமா காடுக்கு? കൗണ്ടർ പനി പിടിക്കുമെന്നാ കാട്ടില്? ഈ പനി ചുമ്മാ വന്ന പനിയല്ല. നീ നേരത്തെ വിട്ടൊരു ഈച്ചയില്ലേ, നിന്റെ ഈച്ച പരത്തിയ പനിയാണ് ഈ പനി. അല്ലെങ്കിൽ ഈ പനി ഇവിടെ വരൂല. ഇത് ഗവൺമെന്റ് ആശുപത്രി പോലും എടുക്കൂല. ഇത് ഗവൺമെന്റ് ആശുപത്രി ഏതെങ്കിലും പ്രൈവറ്റ് ഡോക്ടറെ വിദഗ്ധമായിട്ട് ചികിത്സ കൊണ്ടുപോകണം. നിന്റെയൊക്കെ രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്ക് നിന്ന് എനിക്ക് ഭ്രാന്തളവി. എന്തോ ഇനി നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട. ഒരു ഓട്ടോറിക്ഷ ദൂരെ കിടക്കുന്നു. ആ ഓട്ടോക്കാരന്റെ കാല് പിടിച്ചാലും ശരി തന്നെ ഞാൻ എന്റെ വീട്ടിൽ പോകും. ഇനി എന്റെ പുറകെ കളിക്കാൻ പോന്ന മുട്ടുകാരി ഞാൻ കയറ്റി കളഞ്ഞു. ഒന്നോ പോവല്ലേടോ. அல்லண்ணா உங்களுக்கும் ஆட்டோ ஏறி போறாமா? അപ്പൊ ഈ വണ്ടി എന്ത് ചെയ്തു? ഞാൻ ആട്ടോയുടെ ഡാഷ്ബോർഡിൽ എടുത്തിട്ടുണ്ട് പോകും. അത് കൊണ്ടുപോകണ്ടേ? അതല്ലേ അത്യാവശ്യം. നിങ്ങൾ ഇവിടെ വീട്ടിലാരെ? നിങ്ങളെ വീട് ഇവിടെ അടുത്താ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? வீட்டி நான் இருக்கு, பொண்டாட்டி இருக்கு, புள்ள இருக்கு, என் மாமனார் இருக்கு. അപ്പൊ വീട്ടുപേര് ഞണ്ട് വീടെന്നായിരിക്കും അല്ലേ? அது என்ன கண்டபடி അല്ല, എല്ലാരും ഇവിടെ കിടന്ന് ഇറുക്കോന്ന് പറഞ്ഞു. எல்லாரும் உண்டு. ആ നല്ല നടക്കട്ടെ. എന്തോ പോയില്ലേ? കല്യാണമൊക്കെ നടന്നില്ലേ? കല്യാണം കഴിഞ്ഞ് വന്നെന്നോ? നമുക്ക് സമയമാകുമ്പോ ലോറി കയറി പോകണം. ഓ, അതെന്തിനാ? അത് ഓട്ടോറിക്ഷ അല്ലായിരുന്ന ഒരു കുട്ടിയാനെ പുറംതിരിഞ്ഞ് ഇരിക്കണമായിരുന്നു. കിട്ടിയതന്നെ ഭാഗ്യം. അണ്ണാച്ചി, ഇവിടുന്ന് പോകാനുള്ള വഴി എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു താ അണ്ണാച്ചി. நான் சொல்லித்தரேன். சொல்லித்தரேன். அந்த வழியே போகும்போது ஒரு வலிய செம்பக மரம் இருக்கு. செம்பக மரம் இருக்கு. பக்கத்து தான் முட்டன ஒரு பாறைக்கல் இருக்கு. பாறைக்கல் இருக்கு. அதுக்கு மேல ஏறினா என் பொண்டாட்டி വീട് കാണാം. നിങ്ങളെ പൊണ്ടാട്ടി വീട് നമ്മൾ കാണണം. ഇങ്ങനെ അവളെടുത്ത് വെച്ച കൃത്യമായിട്ട് വഴി പറഞ്ഞു തരുമെന്ന്. പട്ടണത്തിൽ പോകുന്ന വഴി കൃത്യമായിട്ട് അവളെ പറഞ്ഞു തരുന്നു. എന്റെ ഭാര്യ പറഞ്ഞു തരും. മലയാളം. അപ്പൊ നിങ്ങള്
ഞാൻ കരവന ബാബു. നിങ്ങളെങ്ങനെ ഇവിടെ വന്ന്? അല്ല ഞാൻ ഈ കറക്റ്റ് അവളെനിക്ക് വഴി പറഞ്ഞു തരൂല. വഴി പറഞ്ഞു ഞാൻ നാട്ടിൽ പോകും, അതുകൊണ്ട് എനിക്ക് വഴി പറഞ്ഞു തരത്തില്ല അവള്. അപ്പൊ നിങ്ങൾ ഇവിടെ പെട്ട് കിടക്കുവാണ്. പെട്ട് കിടക്കുകയാണ്. എടാ കൗണ്ടർ ബാബു. നല്ല പ്രമാദமான സ്കിറ്റ്. കൈ തട്ടുങ്ക നസീർക്ക. അല്ല, ഏറ്റവും കൂടുതൽ ആ തമിഴ് ഭാഷ മനസ്സിലായത് ഇവർക്കാണ്. ഇവര് പാലക്കാടുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. മേലാർകോട്. എല്ലാവർക്കും നെന്മാറയല്ലേ? നെന്മാറയല്ലേ? മേലാർകോട് എന്നുള്ള നമ്മുടെ PHSC ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആശാ വർക്കേഴ്സ് അല്ലേ? കറക്റ്റ് അല്ലേ? അല്ല, ഈ കറക്റ്റാണോ തമിഴ് പറഞ്ഞത്? ഒറിജിനൽ തമിഴല്ല, മലയാളവും തമിഴും കൂടിയിട്ടുള്ളൊരു തമിഴാണിത്. ആണല്ലേ? എന്നാലും പക്ഷെ നന്നായിരുന്നു. അല്ല പുള്ളി സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒറിജിനൽ തമിഴ് ഒന്ന് പറയാവോ ചേച്ചി? ഒന്ന് പറയാവോ ഒറിജിനൽ തമിഴ്? அம்மா சொல்லம்மா எப்படி இருக்கே? நல்லா இருக்கே? எனக்கு சொல்ல முடியாதுங்க. നസീർക്ക വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ്. താങ്കളെ ഞാൻ ടിവിയിൽ കാണുമ്പോൾ എല്ലാ ദിവസവും കുറച്ചു നേരം നോക്കിയിരിക്കാറുണ്ട്. തമിഴ് പറഞ്ഞേ. എന്തിനാടാ? அப்படியே சொல்லு. ഇത് ഐറ്റം വേറെ എന്റെ പ്രോഗ്രാം വളരെ മലയാളമല്ല, തമിഴാണ് വേണ്ടത്. തമിഴാണ് വേണ്ടത്. നല്ല പ്രമാദമാ ഇരുന്നത്. തമിഴ് പറയാൻ 4 പേരിരുന്നു. எல்லாருக்கும் வணக்கம். இந்த ப்ரோக்ராம் ரொம்ப நல்லா இருக்கு. நல்லா இருக்கு. நசீர் சார் ரொம்ப நல்ல ஆளு. എല്ലാ ആള് ഏതാള്? ഞങ്ങൾ രമ്പയുടെ കാര്യം കാണുന്നവർക്ക് ரொம்ப அழகா இருக்கு. ഹലോ ഹലോ കണ്ടോ? ആക്സിഡന്റോട് പറ. വേറൊരു കാര്യം ഇതൊക്കെ വെള്ളം വെച്ച് കാണുന്നുണ്ട്. എന്തായാലും ഇന്ന് വീട്ടിലിടി. ഇടിയാണ്. ഇന്ന് വീട്ടിൽ നസീറയ്ക്ക് ரொம்ப ഇടി. ഒന്നിച്ചു നിർത്തി അപ്പിയെ അപ്പടിയടി. அவருடைய தட்டி முட்டி ப்ரோக்ராம் எனக்கு ரொம்ப இஷ்டம். பதிவா இந்த ப்ரோக்ராம் കാണും. ஆமா ரொம்ப நல்லா இருக்கு. எனக்கு ரொம்ப இஷ்டம் அந்த ப்ரோக்ராம். അടിപൊളി. അവിടെ നിർത്തിക്കോ. വേണ്ട, അവിടെ നിർത്തിക്കോ. അതേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ അവിടുത്തെ വാർഡ് മെമ്പറും ആശാ വർക്കറും കൂടിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ വേദിയിൽ പാലക്കാട്ടിൽ നിന്ന് 2 പേര് വന്നിട്ട് ഇതുപോലെ പൈസ കിട്ടിയിട്ട് അവരെൻ്റെ വാർഡിൽ ഒരു പാവപ്പെട്ട അമ്മയ്ക്ക് വീട് പണി ചെയ്തു കൊടുത്തു. അത് ഞാൻ ഈ വേദിയിൽ ഒരുപാട് നന്ദി അറിയിക്കണം. അത് ആ ആളുടെ പേര് ഓർമ്മയുണ്ടോ? പേരെനിക്ക് ഓർമ്മയില്ല. അവരവിടെ നിന്ന് കിട്ടിയ പൈസ അങ്ങനെ അവിടെ കൊണ്ടുവന്ന് അർഹതപ്പെട്ട ഒരു അമ്മയും വയസ്സായ 2 മക്കളുമാണ്. അവർക്ക് വന്നിട്ട് വീട് പണിയൊക്കെ ചെയ്തു കൊടുത്തു. എനിക്ക് ഒരുപാട് സന്തോഷം. അത് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഞാൻ അടുത്ത മാറ്ററിലേക്ക് വരാം. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. കാര്യം ഇത് നമ്മൾക്ക് സാധനം സിമ്പിളാണ്. ഒരുപാട് പ്രോപ്പർട്ടി ഒന്നുമില്ല. പ്രോപ്പർട്ടിയേ ഇല്ല, പ്രോപ്പർട്ടി ഇല്ലാതെ അത് അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സ്കിറ്റുകളെ. ഭയങ്കര രസമായിരുന്നു. സെൽവ ഒരു രക്ഷയില്ലായിരുന്നു. നീ അതേപോലെ നമ്മുടെ ശ്യാമ നല്ലതായിരുന്നു. ശംഭു രസമായിരുന്നു. 3 പേര് അവരവരുടെ ഭാഗങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്തു. നമ്മൾക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങൾ കൊടുത്തു. ഇനി ബാക്കിയുള്ളത് പ്രേക്ഷകർ പറയും, അതിനുശേഷമുള്ളത് ഇവർ പറയും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരുപാട് തമാശ ചിരിച്ചിരിച്ചിട്ട് നമുക്ക് തമാശകൾ ഏതാണെന്ന് പറയാനേ പറ്റണില്ല. എനിക്ക് തോന്നുന്നത് ഈ കുടിയനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ നേരത്തെ സ്റ്റേജിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ആട്ടം ഒരുക്കുള്ള എനിക്കൊക്കെ അത് കുടിയനാണെന്ന് കാണിക്കാൻ വേണ്ടി നല്ല സൈലൻ്റ് ആയിട്ടുള്ള കുടിയൻ. വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവമായിരുന്നു സെൽവരാജ് ചെയ്തത്. അപ്പോൾ വെച്ചടി കയറ്റം എന്ന് പറഞ്ഞതാണ്. അത് പരിശ്രമത്തിനുള്ള ആ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് നിങ്ങളിൽ. കാരണം നിങ്ങളെ ഇങ്ങനെ കാണാനാണ്, ഇങ്ങനെ കേൾക്കാനാണ് ജനങ്ങൾക്ക് ഇഷ്ടം, ഞങ്ങൾക്കും ഇഷ്ടം. വളരെ ഗംഭീരമായിരുന്നു. ആദ്യം തുടങ്ങി അവസാനം വരെ കിടുവായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. ഇതിപ്പോൾ 1, 2 എന്നുള്ളത് ഇനി 3, 4 എന്ന് അങ്ങോട്ട് 100 വരെ താഴേക്ക് ഇറങ്ങാതെ അങ്ങനെ പൊക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. സെൽവ, ശ്യാം, ശംഭു കിട്ടിലെന്ന് കേട്ടോ. കിട്ടിലെന്ന് പറയാം. 100 എന്ന് പറയാം. അതായത് സത്യം പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് പറയും, ചിലരുടെ പെർഫോമൻസ് കാണുമ്പോൾ പറയും അവനങ്ങ് സ്റ്റേജ് വിഴുങ്ങിയെന്ന് പറയും. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ സ്കിറ്റ് കൊണ്ട് ഈ സ്റ്റേജ് വിഴുങ്ങിയെന്ന് പറയും. അത്രയ്ക്ക് മനോഹരമായിരുന്നു. നിങ്ങൾ സ്വയം മറന്ന് ആസ്വദിച്ച് കളിക്കാന്ന് പറയാം. അതിലുപരി ഞാൻ പിന്നെ സെൽവിനോട് നേരത്തെ പുറത്ത് വെച്ച് ചോദിച്ചേ, എങ്ങനെയാണ് അത് ചിരിക്കാൻ പറ്റുമോ? നിങ്ങൾ കയറുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചായിരുന്നു അവനോട്. ഇപ്പം സെറ്റ് ചെയ്തേ ഉള്ളത്. ആ സെറ്റ് ചെയ്ത സാധനം എത്ര വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ സത്യസന്ധമായിട്ട് പറയാം കേട്ടോ. നിങ്ങൾക്ക് 3 പേർക്ക് മലയാള സിനിമയിൽ ഒരു സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം ഞാൻ എടുത്തു
നിങ്ങൾ ചെയ്തതിൻ്റെ ഒക്കെ ഒരു റിസൾട്ട്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലുണ്ടാകും. നിങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ളത്. കാരണം നിങ്ങൾ 3 പേരും കിട്ടില്ല ആർട്ടിസ്റ്റുകളാണ്. എന്തായാലും പൊളി. സെൽവ, ശംഭു, ശ്യാം, ഓൾ ദി ബെസ്റ്റ്. അടിച്ച് പൊളിക്കുക. മുമ്പോട്ട് നല്ല നല്ല പരിപാടികളായിട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ് 3 പേർക്കും പൊളി. ഓക്കെ, അപ്പോ മാർക്സ് കൊടന്നേ നസീർക്ക ആ. എവ്വളോ ஒரு 25,000 கொடுக்கமா? ലോക്ക് പണിട്ട് 25,000. പ്രസോദ് ബോയ് ഞാൻ കുറയ്ക്കുന്നില്ല. ആ. 30. തമിഴ് പറഞ്ഞിട്ടാ ടോട്ടൽ 55. തമിഴ് പറഞ്ഞിട്ടാ ഞാൻ കുറക്കുന്നില്ല. ഇപ്പൊ ടോട്ടൽ 55. അപ്ഡിയെ ടോട്ടൽ മാർക്ക് എത്തിവിട്. பாருங்கோ. സിൽവർ പഞ്ച്. സിൽവർ പഞ്ച്. സിൽവർ പറയൂ. സന്തോഷം എന്നായിരിക്കും. അതൊഴിച്ച് ബാക്കി എന്തും പറയാം. അല്ല, ഇത് ഗ്രൂമേഴ്സ് ഒത്തിരി സപ്പോർട്ട് ചെയ്തൊരു സ്കിറ്റാണ്. കാരണം രാജേഷേട്ടനായാലും നമ്മുടെ രാജേഷ് പാലോട്, ശശാങ്ക്, അങ്ങനെ എല്ലാവരും, അഭിജിത്ത്, എല്ലാവരും സപ്പോർട്ട്. അണ്ണേ ശംഭു, ശ്യാം, சந்தோஷ் அப்படியே தமிழ்ல பேசிவிடு. ரொம்ப ஹாப்பியா இருக்கு இந்த சில்வர் பஞ்சு கிடைச்சதுக்கு. பிரமாதம். ശ്യാം ഷാളിൻ്റെ അറ്റത്ത് തന്നെ എഴുതിയിട്ടിരിക്കുന്നു പറഞ്ഞു. അതൊരു ടൈമിംഗ് ഭയങ്കര. ആ വെളുത്ത ഭാഗത്താണ് എഴുതിയിട്ടത്. നോക്കിയപ്പോ ശംഭു, എങ്ങനെയാ ശംഭു നമ്മുടെ ഈ ഷോയുടെ നിനക്ക് കിട്ടിയ ഒരു ഹൈപ്പ് എന്താണ്? നമ്മുടെ ഈ ഷോയെ കുറിച്ചിട്ട് കിട്ടിയ ഒരു ഹൈപ്പ്, ഒരു ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഷോകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രോഗ്രാം, ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ചാനലിൽ കളിച്ചാൽ ഏറ്റവും കൂടുതൽ ഫീമെയിലാണ്. ഇവിടെ ഇപ്പം നല്ലതുപോലെ മെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമുക്ക് നല്ലൊരു ടീമാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ടൊരു നല്ലൊരു സന്തോഷം. അപ്പൊ ഇങ്ങനെ സിൽവർ ഒക്കെ അടിച്ചടിച്ച് ഗോൾഡ് ഒക്കെ അടിച്ചടിച്ച് അങ്ങനെ പോവാ. ശരി അണ്ണേ, ശരിയാണ്. പാക്കലാം. അടുത്ത സ്കിറ്റിക്ക് പാക്കലാം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം മേറയിലേക്ക് പുതിയൊരാള് വരുന്നു, ഒരു പുതിയ കോമ്പിനേഷൻ വരുന്നു, ഒരു പുതിയ ടീം വരുന്നു. വിളിക്കട്ടെ? വിളിക്കൂ. നമ്മുടെ നേരത്തെ വന്ന ജോയ് ചേട്ടൻ വരുന്നുണ്ട്, കൂടെ ബിനിച്ചേട്ടനുണ്ട്. അവരുടെ കൂടെ പുതിയൊരു അതിഥി ചിഞ്ചു റാണി. ലെറ്റ്സ് വെൽക്കം ഇവരെ 3 പേര്. ഹലോ. സാർ, സാറേ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്നൊരു പ്രതി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ സാർ, ഞാൻ ചെയ്യാം സാർ. ഓക്കെ സാർ, ഇങ്ങോട്ട് മാറില്ല. നിനക്ക് ഈ രാവിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് എന്തോടാ പരിപാടി? ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനുടെ മുന്നിൽ കൂടി ഒരു ദിവസം എത്ര ട്രെയിൻ വരുന്നു പോകുന്നു എന്ന് നമുക്ക് അറിയണ്ടേ സാർ? പിന്നെ തീർച്ചയായിട്ടും അറിയണം. അതുകൊണ്ട് ഞാൻ ട്രെയിൻ എണ്ണാൻ പോയതാണ് സാർ. വൈകുന്നേരം ആകുമ്പോൾ കേന്ദ്രമന്ത്രി വിളിച്ച് നിന്റെ അടുത്ത് ചോദിക്കുമല്ലോ എത്ര ട്രെയിൻ പോയെന്നുള്ളത്. എടാ, ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തിരിക്കുന്ന ബൈക്ക് മോട്ടിക്കുന്ന നീലോടാ. ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ ജനത്തിന് ഞാൻ നൽകുന്ന ഒരു നന്മയാണ് സാർ അത്. എന്ത് നന്മയാണാവോ? നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ബൈക്കുകൾ ഇങ്ങനെ അടുക്കി ഞെരുങ്ങിയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഒരാളിനെ വന്ന് ബൈക്ക് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബൈക്ക് എടുത്ത് മാറ്റി പൊളിച്ചു കൊടുക്കും. അല്ല, ഞാൻ എടുത്ത് മാറ്റി കൊടുക്കും. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് സമൂഹത്തോട് ചില പ്രതിബദ്ധതകളുണ്ട് സാർ. പിന്നെ നിനക്ക് എന്തോരു പ്രതിബദ്ധതയാണെന്ന് അറിഞ്ഞില്ലേ സാർ? നമ്മുടെ സമൂഹത്തിലെ യുവാക്കളുടെ ഇടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഹൃദയാഘാതം കൊണ്ടാണ് സാർ. അതിന്റെ പ്രധാന കാരണം ഉറക്കമില്ലായ്മയാണ് സാർ. അത് ശരി. അപ്പൊ ഈ ഉറക്കം വന്നിട്ട് ഉറങ്ങാതിരിക്കുന്നതോ? അത് വിവരമില്ലായ്മ. എടാ, രാത്രി മൊത്തം നീ ഇങ്ങനെ കണ്ട വീടുകൾ നേരെ മോട്ടിൽ നടന്നിട്ട് പകല് മൊത്തം കിടന്നങ്ങ് ഉറങ്ങുമല്ലേ? പകല് ഞാൻ ഉറങ്ങൂല സാർ. പിന്നെ പകൽ എനിക്ക് മാല പൊട്ടിക്കാൻ പോണം, പാറ പൊട്ടിക്കാൻ പോണം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് ജീവിക്കണ്ട സാർ. തീർച്ചയായിട്ടും ജീവിക്കണം. എടാ, നീ കല്യാണം കഴിച്ചതാണോ? കഴിച്ചു സാർ. എത്ര പിള്ളേരുണ്ട് നിനക്ക്? സാർ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് 7 മക്കളുണ്ട് സാർ. എടാ, നിന്റെ ഭാര്യയോട് നിനക്ക് ഇത്രയും ദേഷ്യം ഉണ്ടോടാ? അതിന്റെ ഇടയ്ക്കൂടെ എവിടെന്തിനാ ഇത് വിളിക്കുന്നേ? ഹലോ ചേട്ടാ, എനിക്ക് എന്റെ മാല എപ്പോ എടുത്തു തരും? എടി, നിന്റെ അടുത്ത് വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പണം എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് അതൊന്നും പറഞ്ഞാൽ കേൾക്കാൻ പറ്റത്തില്ല. വേണ്ട. വേണ്ടെങ്കിൽ പിന്നെ നീ ഇത്രയും ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുന്നത് വെത്ര പൊടി അവിടുന്ന്. ഇവളെ കൊണ്ടൊക്കെ ഭയങ്കര ശല്യമായല്ലേ. ഇങ്ങോട്ട് മാറിക്കടാ. അയ്യോ സാർ, എന്തിനാ സാർ എന്നെ അടിച്ച? സാറിന്റെ പെണ്ണുമല്ലേ പോയി ഇടിച്ചോട്ടെ. എടാ, നിന്നെ തല്ലിയപ്പോ നീ എന്നെ തിരിച്ചു തല്ലിയോ? ഇല്ല, അവള് തിരിച്ചു തല്ലു. എടി, എന്തുവാ ചേട്ടാ? 4 മണിക്കാണ് എനിക്ക് ഫംഗ്ഷന് പോകാനുള്ളത്.
അവിടെ ചെല്ലുമ്പോ എല്ലാരും എന്റെ കഴുത്തിന് ചുറ്റും നോക്കത്തില്ലേ? എല്ലാരും നിന്റെ കഴുത്തിന് നോക്കാം. നീ എന്തോ ജിറാഫ് വല്ലോ ആണോ? എനിക്ക് അതൊന്നും കേക്കണ്ട. കേക്കണ്ടെങ്കിൽ ഫോൺ വെച്ചിട്ട് ഫോണിൽ നിന്റെ കാര്യം നോക്കിട്ട് സാറിന് ഞാൻ അങ്ങ് ക്ഷണിക്കണമായിരിക്കും. എടാ, ഇവിടൊക്കെ ഒരു കാര്യം എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ചുറ്റിത്തിരിഞ്ഞ സ്ഥിതിക്ക് നീ എന്തെങ്കിലും കൂടായി പൊപ്പിച്ച് കാണും. നിനക്കെത്തടാ വയ്യേ? നീ കൊണ്ടങ്ങ് കേറുവാന്നല്ലേ? ഇങ്ങോട്ടാ എന്തോടാ? സാറിന്റെ കിഡ്നിയാണ് പൊട്ടിക്കരുത്. എന്തോടാ? പാൻപരാഗ്. പാൻപരാഗ്? പാൻക്രിയാസ്. എന്താ പാൻക്രിയാസ് എന്തോടാ കിലുങ്ങുന്നേ? സാർ എനിക്കൊരു അസുഖമുണ്ട് സാർ, കിലുങ്ങോ മാനിയ. ഞാൻ കയറ്റിയ നിന്റെ കിലുക്ക ഇപ്പൊ ഇവിടെ നിൽക്കും. എറാത് എറാ ഇങ്ങോട്ട്. ഇതാണ് നിന്റെ പാൻക്രിയാസ്. ഇത് എവിടുന്ന് പൊട്ടിച്ചാടാ? സാർ ഇത് എന്റെ സ്വന്തം മാലയാണ് സാർ. കള്ളം പറയരുത്. ഇതെന്തോടാ പൊട്ടിയിരിക്കുന്നേ? സാർ അത് ഞാൻ ഒട്ടിക്കാൻ കൊണ്ടുവന്നാണ് സാർ. സത്യം പറടാ, ഇത് ആരുടെ മാലയാടാ ഇത്? സാർ ഇത് എന്റെ ഭാര്യ എന്റെ കല്യാണത്തിന് എനിക്ക് ഇട്ട് തന്നാണ് സാർ. ഭാര്യ നിന്റെ കഴുത്തി കിട്ടുന്ന മാല വെക്കാത്ത എവിടെ നിന്നാടാ ഈ താലി വരുന്നത്? സാറേ ഞങ്ങളുടെ തറവാട്ടിൽ ഭാര്യമാരാണ് സാർ നമുക്ക് താലി കെട്ടുന്നത്. ആ, ശരി. അപ്പൊ നിന്റെ വീട്ടിൽ നീ നിന്റെ ഭാര്യ എന്തോ വിളിക്കുന്നേ? ഞാൻ ചേട്ടാന്ന് വിളിക്കും. എടാ, നല്ലൊരു പ്രത്യേക ഇനത്തിൽപ്പെട്ടൊരു തറവാടാ. നിന്റെ തറവാട്ടിൽ ആണുങ്ങളാണോ പ്രസവിക്കുന്നേ? അത് പെണ്ണുങ്ങൾ തന്നെ. എല്ലാം കൂടെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഊപ്പാട് വന്നു സാർ. എങ്കിലും നിന്റെ ഊപ്പാട് വരും. ജോട്ടോ നീങ്ങില്ലടാ, പറടാ ഇത് എവിടുന്ന് പൊട്ടിച്ചാ? സാറേ സാറിന് ഇപ്പൊ ഒരു മാലയുടെ പ്രശ്നം ഉണ്ടല്ലോ. അതെന്റെ പ്രശ്നം, അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. സാറേ സാർ ഈ മാല കൊണ്ടുപോയി പെണ്ണുപിള്ളക്ക് കൊടുത്തിട്ട് ഫംഗ്ഷന് പോകാൻ പറ സാറേ. എന്നിട്ട് നാളെ എനിക്ക് തിരിച്ചു തന്നാ മതി. എടാ, ഒരു കള്ളനായ നീ മോട്ടിച്ചോണ്ടെന്ന മുതല് പോലീസുകാരനായ ഞാനെടുത്ത് എന്റെ സ്വകാര്യ കാര്യം ഉപയോഗിക്കാനോ? സാറ് ഞാനിത് എന്റെ മാല തന്നെയാണ്. എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല. സാറേ എന്റെ കണ്ണ് നോക്ക്. എന്റെ കണ്ണിനകത്ത് എന്തോ ചോരയുണ്ട്. നിന്റെ കണ്ണി ചോരയുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്നാലും ഒരു കള്ളനായ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കൂടാ? സാറേ കള്ളന്മാർ തെരുവട്ടികളാണ്. തെരുവട്ടികൾക്ക് ഉടയന്മാരില്ല. അപ്പൊ ഉടയന്മാർക്കോ? തെരുവട്ടികളും ഇല്ല. അല്ല, ദുൽഖർ സൽമാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം എന്തോ? ചുമ്മാ ഒരു ഫ്ലാക്കെന്ന് പറഞ്ഞു. ഇത് നിന്റെ തന്നെ ആണോടെ? സാർ ഇത് എന്റെ തന്നെ സാർ. ധൈര്യമായിട്ട് കൊണ്ട് കൊടുക്കും സാറേ. ഉറപ്പ് തന്നെ ആണല്ലേ? അളിയൻ ധൈര്യമായിട്ട് പെണ്ണുപിള്ളക്ക് കൊണ്ട് കൊടുക്കളിയാ. അളിയണം. ഏതായാലും നമ്മൾ ഇത്രയൊക്കെ അടുത്തില്ലേ? അത്ര അടുപ്പൊന്നും വേണ്ട. നാളെ 10 മണി വരെയുള്ള ബന്ധമേ ഉള്ളൂ. എന്തായാലും ഞാൻ അവളെ ഒന്ന് വിളിച്ച് പറയട്ടെ, സമാധാനമാവട്ടെ. എടേ, നീ വൈകിട്ട് 4 മണിക്ക് ഫംഗ്ഷന് പോകാൻ നേരം ഇതിലേ കൂടെ വാ. മാലയും തന്നിട്ടേക്ക്. തൽക്കാലം ഒരെണ്ണം ഞാൻ ഒപ്പിച്ചു, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ശരി, ഓക്കെ. സാറേ സാറേ ഇത് പോലീസ് സ്റ്റേഷൻ, കമ്പനി സ്റ്റേഷന്. കരയല്ലേ? അല്ല, അങ്ങോട്ട് പോയപ്പോ ഈ ടോൺ അല്ലായിരുന്നല്ലേ? ആ തൂണ് സാറ് കണ്ടോ? അത് ഞാൻ കണ്ടു. ഞാൻ കണ്ടില്ലായിരുന്നു സാറ്. എന്നങ്ങ് കേറി കൊടുത്തല്ലേ? എന്തെങ്കിലും പരാതി ഉണ്ടോ കുട്ടിക്ക്? ഞാനായിട്ട് ചെന്ന് കേറി കൊടുത്തെടുത്ത് എന്തോ പരാതി പറയാനാ സാറേ? അതല്ല ചോദിച്ച, രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് കേറി വന്ന് എന്തെങ്കിലും പരാതി പറയാനാണോന്ന്? സാറേ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ കയറി കിടക്കാന്ന് വിചാരിച്ചു? സാറേ അങ്ങനെയാണെങ്കിൽ എന്റെ സെല്ലിട് സാറേ. എനിക്ക് ഒറ്റ കിടക്കാൻ പേടിയാണ്. എനിക്കൊരു ശിക്ഷ ആവുമല്ലോ. ഇതെന്ത് വിചാരിച്ചു? എന്ത് കൃഷ്ണവിലാസം ലോഡ്ജോ? കുട്ടി പറയും. സാറേ എന്റെ ഒരു മാല മോഷണം പോയി. ഞാൻ അതിന് പരാതി പറയാൻ വന്നതാ സാറേ. അത് പറയൂ. കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കായംകുളത്തേക്ക് പോകാനായി ട്രെയിനിൽ കയറി ഇരിക്കുകയായിരുന്നു ഞാൻ. ആ സമയം ട്രെയിൻ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. അതിലേ വന്നൊരു കള്ളൻ എന്റെ മാല പൊട്ടിച്ചോണ്ട് പോയി സാറേ. ഉറക്കൊഴിഞ്ഞ് തച്ചിന് കുത്തിയിരുന്ന കാണാതെ പഠിച്ചതല്ലേ? അതെ, ഈ മാല പൊട്ടിച്ചോണ്ട് വേണ്ട മുഖം കുട്ടി കണ്ടായിരുന്നു? ചെറിയൊരു മിന്നായം പോലെ കണ്ടായിരുന്നു. അവനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ കുട്ടിക്ക് പറ്റും? പറ്റും. ഒന്നൊന്ന് പറഞ്ഞേ. സാറേ അവന്റെ കണ്ണുകള്, സാറേ ആ പുള്ളിയുടെ അതേ കണ്ണുകളായിരുന്നു സാറേ. അതേ മൂക്കുകള്. മൂക്കുകളോ? അല്ല, ഒറ്റ മൂക്ക്. ഇതേ മൂക്ക് സാറേ. ഇവൻ തന്നെയാ സാറേ എന്റെ മാല മോട്ടിച്ചത്. ഇവൻ ഒറ്റ സാറേ. സഹോദരി മോഷ്ടിച്ചിട്ടില്ല. എന്നെ സംശയിക്കരുത്. ആ വാതിലടച്ച് അവിടെ ഗ്രില്ലിട്ട്. ഞാൻ മോഷ്ടിച്ചിട്ടില്ല സാർ. സാർ ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കും സാർ. എന്നെ വിശ്വാസമില്ലെങ്കിൽ സാർ എന്നെ അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിലേക്ക് കിടക്കും സാറ്. അല്പസമയം നിങ്ങൾക്ക് ഞങ്ങൾക്കും ഒരിടവേള. ഫസ്റ്റ് ഹാഫ് കേറി. ഇല്ല, ഇപ്പൊ കേറും. എന്റെ പൊന്ന് സാറേ, ഇന്ന് മാലയില്ലാതെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ചെന്നാൽ. അതെ, കുട്ടിയുടെ മാലയെ കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കി. തൽക്കാലം കുറിച്ച് 5 മിനിറ്റ് അങ്ങോട്ട് മാറിയില്ല. നീ അവളുടെ മാല പൊട്ടിച്ചത് ചെയ്യാതാ? എന്റെ സാർ ഞാനൊന്നും പൊട്ടിച്ചില്ല. നീ കള്ളം പറയരുത്. തൊണ്ടി മോല എവിടെ കൊണ്ട് താത്രാ നീ? കണ്ണു എവിടെ കൊണ്ട് വെച്ചാ തൊണ്ടി മോല്? ഏത് മഹാഭാവി മുട്ടിച്ചുകൊണ്ടുള്ള മുതലാണോ എന്നെ
സഹായിക്കാൻ തന്നെ ഇതിനകത്ത് ഞാനും പെട്ടല്ലോടാ. അവളെ വിളിച്ച് പറയുകയും ചെയ്ത് 4 മണിക്ക് ഇങ്ങോട്ട് വരാൻ. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. അതെ കുട്ടി, സത്യത്തിൽ കുട്ടിയുടെ മാല മോഷണം പോയത് സാറേ, എനിക്ക് എന്റെ മാലയില്ലാതെ ഒന്ന് വീട്ടിൽ ചെന്നാൽ എന്നെ കുനിച്ചു നിർത്തി കൂമ്പരട്ടടിച്ച് പച്ചവെള്ളം പോലും തരാതെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും സാറേ. സെയിം പിച്ച്. ഇത് തന്നെ എന്റെ അവസ്ഥ. അതിനിപ്പോ എന്ത്? അതെ, കുട്ടിക്ക് പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോണോ അതോ നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടിയാൽ മതിയോ? എനിക്ക് എന്റെ മാല തിരിച്ചു തന്നാ മതി. മതിയല്ലോ. കുട്ടി ഇപ്പൊ ധൈര്യമായിട്ടൊരു കാര്യം വീട്ടിലോട്ട് പൊക്കോ. കുട്ടിയുടെ മാല നാളെ 10 മണിക്ക് ഞാൻ തന്നിരിക്കും. ഉറപ്പായിട്ടും എനിക്ക് തിരിച്ചു കിട്ടുമോ സാറേ? ഉറപ്പായിട്ടും തന്നിരിക്കും. കുട്ടി എന്നെ വിശ്വസിച്ച് പൊക്കോളൂ. ശരി സാറേ. പിന്നെ പോകുന്നതിന് മുമ്പ് കുട്ടിയുടെ ആ ഫോൺ നമ്പറും അഡ്രസ്സും ഇവിടെ ഒന്ന് എഴുതിയിട്ട് പോണേ. ശരി സാറേ. ഹലോ. ഹലോ സാറേ. ആ പറഞ്ഞോളൂ സാറേ, ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സ്ത്രീയുടെ 5 പവന്റെ മാല മോഷണം പോയി സാറേ. പ്രതിയുടെ ഫോട്ടോ CCTV നിന്ന് എടുത്തിട്ട് സാറിന്റെ ഫോണിലേക്ക് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യണം സാറേ. ശരി ശരി, ഞാൻ നോക്കണം. എടാ മഹാഭാവി, CCTV ഫോട്ടോ കിട്ടിയെന്ന് നിന്റെ എങ്ങാനും ആണോ എന്തോ? ഈ ആളെ നിനക്കറിയാവോടാ? ഇതെനിക്കറിയാം സാർ. നിനക്കറിയാം? ഞാനും എവിടെയോ കണ്ടിട്ടുണ്ട്. ഈ ആളെ അറിയാവോ? അയ്യോ സാറേ, സാറിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആണോ സാറേ? അല്ല, എന്റെ ഫോട്ടോ സാറിന്റെ ഫോണിൽ വന്നേക്കുന്നു. എന്റെ ഫോട്ടോ ഈ ഫോണിൽ എങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞു തരാം. അറിയില്ലടി, ഇവളൊക്കെ ഒരുങ്ങിക്കെട്ടി നേരം വെളുത്തിങ് ഇറങ്ങും മോട്ടിക്കാനായിട്ട്, ബാക്കിയുള്ളവർക്ക് പണിയുണ്ടാക്കി വെക്കാൻ. നിനക്ക് വല്ല മനസ്സിലായോ? എടാ, രാവിലെ ഇവളൊരുത്തിയുടെ മാല പൊട്ടിച്ചോണ്ട് വന്നു. അതാണ് നീ മോട്ടിച്ചത്. എടാ, ഇവള് നിന്നേക്കാൻ വലിയ കള്ളിയാന്ന്. അത് ശരി, ശരിയാക്കി തരാം ഞാൻ. അതെ, നാളെ ഈ കളർ ഒരു സാരി എടുക്കണേ. എന്തിന്? നമ്മളെല്ലാരും ഒരേ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, നമുക്ക് യൂണിഫോം വേണ്ടേ? ഹലോ എടി, നീ 4 മണിക്ക് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ മാലയല്ല, ഒരു തേങ്ങയില്ല. വരണ്ടെന്ന് പറഞ്ഞാ വരണ്ട. ഡിവോഴ്സ് എങ്ങനെ ഡിവോഴ്സ്? നീ എന്തോന്ന് വെച്ചാ ചെയ്യും. സാറേ, എപ്പോഴാ ഞാനല്ലേ സാർ ഇടി കൊള്ളുന്നത്? ഇന്ന് ഒരു ചേഞ്ചിന് വേണ്ടി എവിടെ ഇടിക്കും സാറേ? പെണ്ണുങ്ങൾ ഇടിച്ച വകുപ്പങ്ങ് മാറും. ഇത് നിനക്ക് തന്നെ അർഹതപ്പെട്ട വന്ന് നിക്കടാ. സാറേ, എന്നെ ഒരു 2 മണിക്കൂറത്തേക്ക് പുറത്തേക്കൊന്ന് വിടാവോ? എന്തോതിന്? സാറിന്റെ ഭാര്യക്ക് 5 പവന് വരും. ഞാൻ ഒരു 10 പവന്റെ മാല എവിടെന്നെങ്കിലും പൊട്ടിച്ചോണ്ട് തരാൻ സാറേ. എല്ലാരും എനിക്ക് ഇങ്ങനെ അടി കൊള്ളാൻ വയ്യ സാറേ. എന്നാലും നീ നന്നാവാൻ തീരുമാനിച്ചിട്ടോ? നല്ലൊരു പോലീസ് സ്റ്റേഷൻ, ഒരു കൈഡി. ചിറ്റു റാണി, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. പ്രചോദേട്ടാ, ഉഗ്ര സ്കിറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതിനു മുമ്പ് ബിനും ജോയുടെ കളിച്ചിട്ടുണ്ട്, ചിഞ്ചു വരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെ ആയിരിക്കും എന്നൊരു നമ്മളൊരു എന്താ പറയുക, നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. പക്ഷെ നിങ്ങൾ അതിന് മേളിലൊക്കെ വളരെ കൂളായിട്ട് ഗംഭീരമായിട്ട് നിങ്ങളെ തകർത്ത് സ്കിറ്റ് ചെയ്തു കേട്ടോ. അതായത് അതിനകത്തൊരു സംബന്ധിച്ചാൽ ബിനു ഇത്രയും നല്ല ഡീസൻ്റ് ഒരു പോലീസുകാരൻ. അതായത് ഈ പോലീസുകാരൻ നമ്മൾ പോലീസ് കിറ്റ് കളിക്കുമ്പോൾ ഇച്ചിരി ഇളക്കോ അല്ലെ എന്തെങ്കിലുമൊക്കെ പരിപാടി, ആക്ഷൻ ഇടിച്ചിരി ഓവർ പരിപാടി. ഇത് ഓവറൊന്നുമില്ല. നിങ്ങളെന്ത് ക്ലാസ് ആയിട്ടാണ് ബിനു പെർഫോം ചെയ്തത്. ബിനു നല്ല ടൈമിംഗ് ആയിരുന്നു, ഭയങ്കര ടൈമിംഗ് ആയിരുന്നു കേട്ടോ. തുടക്കത്തിൽ തന്നെ ജോയ് വന്നിട്ട് ഞാൻ ഒരു ഇന്ത്യൻ പൗരനാ, ആ സാധനമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ചിഞ്ചുറാണി വന്ന് സത്യമായിട്ടും ഒരു അടിപൊളി എൻട്രി ആണ്. ഇങ്ങനൊരു പോക്ക് വിടുന്നു. സാധാരണ ഇത്തരത്തിലുള്ള എൻട്രി നമ്മുടെ ഇടയിൽ സുധീഷാണ് വന്നു പോകുന്നത് അല്ലേ? ഒരു പോക്ക. ഇതുപോലെ നിങ്ങൾ മുമ്പോട്ട് പോകണം. നല്ല റിഹേഴ്സൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഉഗ്രൻ ആർട്ടിസ്റ്റുകളായിരിക്കും. ഈ ഫ്ലോറിൽ എടുത്തറിയപ്പെടുന്ന ഒരു 3 ആർട്ടിസ്റ്റുകളായിരിക്കും കേട്ടോ. ജോയിച്ചേട്ടൻ്റെ ഫേസ്ബുക്കിൻ്റെ ID എന്തായിരുന്നു? കാർപ്പൻ്റർ കം ആർട്ടിസ്റ്റ്. അതെന്താ അങ്ങനെ ഒരു ഐഡിയ കൊടുത്തത്? അല്ല, ഞാൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിന്റെ വർക്കിന്റെ ആണ്. ആ കൂട്ടത്തിൽ ഞാൻ ആർട്ടിസ്റ്റും ആണ്, എന്നാൽ ഞാൻ ഇതും ചെയ്യും. അല്ല, അതിനകത്ത് ഏത് ജോലി കിട്ടിയാലും പോവും. ഇവിടെ വരുന്നതിന്റെ തലേദിവസം വരെ എനിക്ക് പണി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു ജോലി നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. അതിന്റെ സൈഡായിട്ട് അത് കാണാവുള്ളൂ. പിന്നെ ചിഞ്ചുവിനെ എനിക്കറിയാം, എൻ്റെ നാട്ടുകാരിയാണ്, എൻ്റെ തൊട്ട അയൽവക്കക്കാരിയാണ്. തിരുവഞ്ചൂരല്ലേ താമസിക്കുന്നത്. ഗംഭീര സ്കിറ്റായിരുന്നു. നിങ്ങളുടെ 3 പേരുടെ എൻട്രി അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ചേട്ടാ, നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നല്ല ക്ലിയർ ആയിട്ടുള്ളായിരുന്നു. നമ്മൾ ഊതിക്കാച്ചി എന്നൊക്കെ പറയൂലേ, അതുപോലെ നല്ല അട്ടഹസിച്ച് ഭയങ്കരമായിട്ടുള്ള കൊലച്ചിരിയൊന്നുമല്ലെങ്കിലും നിങ്ങൾ ചെയ്ത സാധനം വളരെ വൃത്തിയായിരുന്നു. ജോയി വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നല്ല കോമഡി ആർട്ടിസ്റ്റുകൾ, ടോപ്പായി നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കൂടെ എത്താൻ പറ്റിയ ഒരാളാണ് ജോയി. അതുപോലെ തന്നെ ബിനു കേട്ടോ, ബിനു അസാധ്യം കേട്ടോ, അസാധ്യ കലാകാരനാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ ഒരു കോംബോ
അടുത്ത എനിക്ക് തോന്നുന്നു സിൽവറും ഗോൾഡൊക്കെ അടിക്കാൻ പറ്റിയ ഒരു ടീമാണ്. ഈ ചിഞ്ചുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിഞ്ചു നേരത്തെ പ്രോഗ്രാമിലൊക്കെ സ്റ്റേജിൽ വന്നിട്ടുണ്ടോ? കോമഡി പരിപാടികൾ ചെയ്യുന്നുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ടപ്പോൾ? ഹസ്ബൻഡും 3 മക്കളും. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഈ ഹസ്ബൻഡിനെയും അത് മക്കളൊക്കെ ആയിട്ട് ഒരു ദിവസം ഇവിടെ എല്ലാവരും നമ്മളിങ്ങോട്ട് ക്ഷണിക്കുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ജോയി 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. കിടുക്കനായിരുന്നു കേട്ടോ, നല്ല വൃത്തിയുണ്ട്. ഇപ്പോഴും ഞാൻ ഒന്നുകൂടി പറയണം, നല്ല വൃത്തിയുള്ള സ്കിറ്റായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. അപ്പോ നല്ല കനത്തില് മാർക്ക് ഇങ്ങോട്ട് തന്നാട്ടെ പ്രചോദേട്ടാ. ഞാൻ ഒരു 15 മാർക്ക് കൊടുക്കും. 15,000 ആള് കലക്കി. 5 രൂപ കൂട്ടി കൊടുക്കാം. 35,000 രൂപ രണ്ടുപേരുടെ കൊടുത്തിട്ടുണ്ട്. സിർക്ക അപ്പൊ എന്റെ കനത്തിലുള്ളതാണ്ടേ കിടക്കുന്നു. ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. ജോയ് ചേട്ടാ സന്തോഷം. ഇവിടുത്തെ ഹയസ്റ്റ് ആണോ? അതെ. ജോയ് ചേട്ടാ പറ. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ 40,000, പിന്നീട് 20, പിന്നെ 10 പോയി, പിന്നെ 20. 50 കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആക്കുമായിരുന്നു. 60 ഇപ്പൊ 60 അല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും നടക്കും. ഇനി നിങ്ങൾ ഇവിടുത്തെ ടോപ്പ് കലാകാരന്മാരായിക്കോളൂ. അല്ല ജോയി, നിങ്ങളുടെ കൂടെ ഇപ്പം നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നതും ഇപ്പം നിങ്ങൾ സ്കിറ്റ് നന്നാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ? ജോയിക്ക് ഇന്ന് ജോയി അനുഭവിക്കുന്ന ഒരു സന്തോഷം എന്ന് പറയാൻ നമുക്കറിയാം എവിടെ നിന്നാ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ജോയ് ചേട്ടാ അടുത്ത നമുക്ക് സിൽവർ ഗോൾഡും ഒക്കെ ആലോചിച്ച് അങ്ങനെ തന്നെ അത് പ്രതീക്ഷിച്ച് വരണം. അല്ല, ഇതിൽ എനിക്കൊന്ന് 10 രൂപ ചിഞ്ചുവിന്റെ ഓടിച്ചെന്ന് അവിടുത്തെ ഇടിക്കാൻ തോന്നുന്നു. ആ മൂക്കിന്റെ ഒക്കെ ഒന്ന്. അല്ല, പിന്നെ അടുത്ത ഇതിലൊക്കെ ചിഞ്ചുറാണി വിളിച്ചാൽ വരില്ലേ? പോകുന്നില്ല. വരണം. ഇവര് ഉഷാറായിട്ട് നിന്ന് നമ്മുടെ ഇവിടുത്തെ ടീം JCB ആകാൻ കെൽപ്പുള്ളവരാണ്. ചിഞ്ചുറാണി ആൻഡ് ബിനു. ഓക്കെ, അപ്പോ ടീം JCBക്ക് നല്ലൊരു കൈഡി. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം ഏറെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് പെർഫോം ചെയ്യാൻ വരുന്നത്. വിളിക്കട്ടെ? യെസ്. സൈന്ധവുണ്ട്, അനന്യമോളുണ്ട്, ദേവി ലക്ഷ്മി ഉണ്ട്. ലെറ്റ്സ് വെൽക്കം ഇവരെ 3 പേരെയും. കണ്ണാടി ആദ്യമായൻ ബാഹ്യരൂപം. എനിക്ക് പാട്ട് അറിയത്തില്ല, എന്തൊക്കെയാന്നോ ഈ പാടുന്നേ. എടി 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 ഇങ്ങനെ ഒരയ്ക്കാതെ, ഇങ്ങനെ ഒരയ്ക്കാനേ നിന്റെ വീട്ടിൽ കിടക്കണ കഞ്ഞിക്കലമല്ല, കണ്ണാടിയാണ്. പൊട്ടിപ്പോവേ. എനിക്കറിയാം മുതലാളി. അല്ല സ്പെക്സ് അവിടെ പകറ്റി കാണും തോന്നു. പേഴ്സ്. അയ്യോ, ഞാൻ പേഴ്സിന്റെ കാര്യമാണോ പറഞ്ഞേ? സ്പെക്സ് കണ്ണട എവിടെ? വേസ്റ്റ്. എന്റെ പ്രചോദേട്ടാ, നമ്മൾ മിക്ക ആൾക്കാരും കണ്ണട വയ്ക്കുന്നതാ. ദാണ്ട കഴുത്തില് മാല പോലെ ഇട്ടേക്കുന്നു. എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുക സ്പെക്സ് എവിടെയെന്ന്. എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. നാട്ടുകാര് കണ്ടാ എന്തോ വിചാരിക്കും. ഞാൻ പറഞ്ഞോളാം. ഇതാണ് ഷോർട്ട് സൈറ്റ്. പ്രചോദത്തിന്റെ അടുത്ത് 2 പേരുണ്ടായിരുന്നോ? ഞാൻ ഇപ്പോഴാണ് കേട്ടാ കണ്ടത്, സോറി. അല്ല, അപ്പൊ ഇത്ര നേരം പുകയായിരുന്നോ? അവിടെ നിന്ന് അടുത്തത് ഇതാണ് ലോങ് സൈറ്റ്. ഇപ്പോഴാണ് എനിക്ക് നിന്നെ കറക്റ്റ് ആയിട്ട് കാണുന്നത്. ഭാഗ്യം. അടുത്തത് ഇതാണ് പണി സൈറ്റ്. ഇതെല്ലാം കൂടെ കുരുങ്ങി കിടക്കുകയാണല്ലോ. ഇതെന്തുവാ? ഇതാണ് പണി സൈറ്റ്. പറഞ്ഞു ഇതെന്തിനാണെന്ന് അറിയണ്ടേ? അറിയണം. ഈ പണിസ്ഥലത്ത് നീയൊക്കെ വല്ല കൃത്രിമോ കാണിക്കണുണ്ടോന്ന് എനിക്കറിയണോ? അതിനുള്ള കണ്ണാടിയാണ് ദോ ഇത്. അതൊക്കെ പോട്ട്. ഇവിടെ വേറൊരു കണ്ണാടി എവിടെ? അത് ഞാൻ വിറ്റ്. എത്ര രൂപയ്ക്ക്? 250 രൂപയ്ക്ക്. 250 രൂപയ്ക്ക് വിറ്റേക്കണമെന്ന് ഒരു 10-200 രൂപ കൂട്ടി വെച്ചുകൂടായിരുന്നോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇത് ഓപ്റ്റിക്കൽസ് ആണോ അതോ പറ്റിക്കൽസ് ആണോ? അപ്പൊ ഞങ്ങളത്തെ പൈസക്കാ വിറ്റേ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കാലത്തെ കണ്ണാടി ഇല്ലാതെ ഒരു പ്രായം കഴിഞ്ഞ ആർക്കും പറ്റത്തില്ല. അധ്വാനിക്കുന്നവർക്ക് കണ്ണട വേണ്ട. ഈ അധ്വാനിക്കുന്നവർക്ക് കണ്ണട വേണ്ട നിന്റെ അടുത്ത് ആര് പറഞ്ഞേ? മുതലാളി കണ്ടിട്ടുണ്ടാ? ബംഗാളികൾ ആരെങ്കിലും കണ്ണട വെച്ചിട്ടാണോ പോകുന്നേ? ശരിയാണല്ലേ? അപ്പൊ ബംഗാളിലെ എന്റെ ഓപ്റ്റിക്കൽസ് കട ക്യാൻസൽ. മുതലാളി എന്റെ പൈസയൊന്നും ഇല്ല, എന്നാ എനിക്ക് ഫ്രീ ആയിട്ട് ഈ കണ്ണട തരുമോ? എടുത്തോ. ഈ കുട്ടിയുടെ എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സരിതയ്ക്ക് ഞാൻ ആരോ? മുതലാളി. മുതലാളി മാത്രമാണോ? നല്ലൊരു ചങ്ങാതിയും കൂടിയല്ലേ? മുതലാളി എന്റെ നല്ലൊരു ചങ്ങാതിയാണ്. ആണല്ലോ. എന്നാലേ എന്റെ പഴയ ലുക്കിനെക്കാളും എന്നെ കാണാൻ ഇപ്പൊ ഇത്തിരി മോശമല്ലേ? അയ്യോ അല്ല, ചങ്ങാതിയെ കാണാൻ നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടല്ലോ. എന്നാലേ ഞാൻ ഈ കണ്ണാടി അങ്ങോട്ട് ഇടും. എന്തിന്? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് പറയണത്. 500 രൂപ മുതലാണ് നീ എടുത്ത് വെച്ച് അറിയാമോ? പൈസ വന്നിട്ട് നീ വാങ്ങിച്ചോ മതി. ഈ മുതലാളി രസനില്ലേ വെള്ളാരങ്കല്ലിന്റെ കളർ ലെൻസ് അത് എവിടെ നിന്നാ മേടിച്ചേ? അയ്യോ, അത് വെള്ളാരങ്കല്ലിന്റെ കളർ ലെൻസ് അല്ല,
പിന്നെ കണ്ണാപ്രശ്നം കഴിഞ്ഞ ഡോക്ടർമാര് കൃഷ്ണമണി ഊരിക്കളഞ്ഞാണ്. ബെസ്റ്റ് പാർട്ടി. ആരോ വിളിക്കുന്നു. ഊഷിച്ചെടുക്കത് ഐഫോൺ ഒന്നും അല്ലല്ലോ. അയ്യോ ആ തന്നെ ബസ് സ്റ്റോപ്പിലാ. എന്നാ ഇപ്പൊ തന്നെ അവളെ എന്റെ ഒപ്റ്റിക്കൽസ് കടന്ന് പിരിച്ചു കേട്ടോ. ആ ഇനി ഞാൻ വരുമ്പോ അവൾ അവിടെ കൊണ്ടുപോയില്ല. നോക്കിക്കോ, ഇവളൊക്കെ മനസ്സിലൊക്കെ നിങ്ങൾ നോക്കണേ. എന്തൊരു മുതലാളി, എന്തൊരു പ്രശ്നം? എന്റെ അപ്പുറത്തെ കടയിലെ ആ സ്റ്റാഫില്ലേ സൗമ്യ, അവള് ബസ് സ്റ്റാൻഡിൽ ഒരുത്തനോട് സംസാരിച്ചോണ്ടിരിക്കണ്. അതിന് കുഴപ്പമെന്ത്? അങ്ങനെ എന്റെ കടയിലുണ്ടായിരുന്ന ഒരുത്തി കണ്ണി കണ്ടവന്റെ കൂടെ സംസാരിച്ച് അവസാനം ഇത് പ്രണയമായി അവള് ഒളിച്ചോടിപ്പോയി. എന്നിട്ട് അവളെ വീട്ടുകാർ വന്ന് ആദ്യം ചെയ്തെന്തെന്നറിയാമോ? എന്റെ കട ഞങ്ങൾ തല്ലി പൊട്ടിച്ച്. അതുകൊണ്ട് ഇനി എനിക്ക് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുക, സരിതേ നിനക്ക് അങ്ങനെ വല്ല ചുറ്റിക്കളി ഉണ്ടോ? എനിക്കൊരു ചുറ്റിക്കളിയൊന്നുമില്ല. അപ്പൊ അങ്ങോട്ട് ഭാഗ്യം രക്ഷപ്പെട്ടു. നിന്റെ വീട്ടിലോട്ട് ഞാനൊന്ന് വരുന്നുണ്ട്. എന്തിന്? നിന്റെ അച്ഛനെ കാണാൻ. അച്ഛൻ എന്തിന് കാണുന്നേ? ചുമ്മാ പോകുന്ന വഴിക്ക് നിന്റെ അച്ഛനൊന്ന് കാണുവേ. ഓ അച്ഛനെ എന്തിന് കാണണേ? വെറുതെ ഒരു രസം. പോയിട്ടൊക്കെ വരിക. അടിവെണ്ണേ വെണ്ണേ പുതുചേല കട്ടി പൂമാല ചൂടി മണമേടെ എരിവാ മണനീரை போல പൊഴിതായ വെക്കോ ഒരു മേളം കേക്ക. എടാ പായോന്ന് പറഞ്ഞപ്പോ താട്ട കേറി വരണ്. ഈ എന്തൊരു പിനി വന്നാ നിങ്ങളെന്നെ ജോലി തെറിപ്പിക്കുമല്ലേ? മുതലാളി ഇപ്പൊ വരും. ഇനി വരട്ടെ, അവനെ കണ്ടിട്ട് പോകണം. കാണാൻ പറ്റും, തിരിച്ചു പോണ കാര്യം കണ്ടറിയാം. അല്ല നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്ന എന്തിന്? ഞാൻ ഒരു 500 രൂപ കടം മേടിക്കാൻ. ഞങ്ങളെ വീട്ടിലെ കറണ്ട് ബില്ല് കൂടി 1300 രൂപ. അത് ഇന്നും അടച്ചില്ലെങ്കിൽ അവര് ഫീസ് ഊരിക്കൊണ്ടുപോകും. ഫീസ് ഊരിക്കൊണ്ട് പാട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. അപ്പൊ നിന്റെ ഭാര്യ ഭർത്താവ് ഇരുട്ടത്ത് കിടക്കണോടി. ഒന്ന് പതുക്കെ പറ, മുതലാളി വരും. എനിക്ക് ഇരുട്ടത്ത് കിടന്ന കണ്ണിന് കേടാ. ഇരുട്ടത്ത് കിടക്കുമ്പോ കണ്ണിന് എന്തോ കേട് വരാൻ കാരണം? ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴേക്ക് എനിക്ക് ഈ ഫോണിൽ തോണ്ടിക്കൊണ്ട് ചാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വെട്ടം കണ്ണടിച്ച് എനിക്ക് ഭയങ്കര വേദന എടുക്കും. ഞാൻ രാത്രി ഓൺലൈനിൽ ഇരിക്കില്ല. പിന്നെ എന്തിനു നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കണേ? നീ രാത്രി ഓൺലൈനിൽ ഉണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് നോക്കാൻ വേണ്ടി. അല്ല നിങ്ങൾക്ക് 1300 രൂപ മതിയല്ല, പിന്നെ നിങ്ങൾക്ക് 500 രൂപ. 1300 രൂപയ്ക്ക് എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം. 200 രൂപയ്ക്ക് എനിക്ക് ഷുഗറിന്റെ മരുന്ന് മേടിക്കണം. എനിക്ക് ഷുഗർ അങ്ങ് ലോ ലെവലാ. നിങ്ങൾക്ക് ഷുഗർ അല്ലല്ലോ, സ്വഭാവമാണ് ലോ ലെവൽ. ഞാൻ ഒരു കാര്യം പറയാം, ഷുഗർ ഒരു അസുഖമോ, അതിനെ വെച്ച് കൗണ്ടർ അടിച്ചു പോയി. ഇനി വന്നാ നിങ്ങളൊന്ന് പോ, മുതലാളി വരും. മുതലാളിക്ക് ആണുങ്ങളെ കാണാൻ ഒട്ടും ഇഷ്ടമല്ല. കസ്റ്റമർ അല്ലാതെ വേറെ ഏതെങ്കിലും ആണുങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കണം മുതലാളിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ വണ്ണം പോ. അവൻ ഇവിടെ വന്നതിന് എന്നെ എന്തോ ചെയ്യാന്? എന്നെ 4 വഴക്കും. ഷുഗർ കുറയുന്നു, ഷുഗർ കുറയുന്നു. പിന്നൊന്നോ പിന്നൊന്നിന്റെ പൊന്നല്ലേ നാക്കാണിക്കാത്തിരി പഞ്ചാര വെച്ച വാള് മുട്ടം പഞ്ചാര അടിക്കുന്നേ. അയ്യോ എനിക്ക് ഇത്തിരി പഞ്ചാര അടി. മുതലാളി വരെയും ചെയ്യും. ഓ ഉള്ള വെയിറ്റ് കാരണം വരണമില്ല. ഒരു ഐഡിയ ഉണ്ട്, ഒരു ഗ്ലാസും കിട്ടണില്ല. മതി എന്ത് മതി. ഇപ്പൊ എങ്ങനെയുണ്ട്? അയ്യോ മുതലാളി വരണ്. തീർന്നു. അത് കുക്കുംബർ. കുക്കുംബറ അല്ല കച്ചമ്പർ. കച്ചമ്പറ അല്ല കസ്റ്റമർ. കണ്ണാടി വെച്ച് നിന്ന സ്റ്റൈൽ നോക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മലന്ന് കടന്ന സ്റ്റൈൽ ഞാൻ അല്ല മുതലാളി. വർക്ക്ഷോപ്പിൽ പണി ചെയ്യുന്ന ആളാണ്, അതിൽ കിടന്ന് ആ സ്റ്റൈല് നോക്കുന്നതാ. അതുകൊണ്ടാ ഇങ്ങനെ. മുതലാളി നമുക്ക് കസ്റ്റമർ വന്നല്ലേ, സ്വീറ്റ് ആയിട്ട് എന്തോ കൊടുക്കും? സ്വീറ്റ് ആയിട്ട് ഇപ്പം ഇത് മാത്രമേ ഉള്ളു. ഞാൻ കുടിക്കാൻ വെച്ചിരുന്ന ലൈമ. അയ്യോ കുഴപ്പമില്ല, കോട്ടെ തന്നെ. പകതെങ്കിലും എനിക്ക് വച്ചേക്കണേ. അയ്യോ ഇപ്പോഴാ ഒരു സമാധാനം കിട്ടിയത്. കണ്ണട ഇത് മതിയല്ലോ അല്ലേ? കണ്ണട മേടിക്കാൻ വന്നേല്ലേ സാർ? അപ്പൊ ഇത് മതിയല്ലോ. ഈ കണ്ണട എനിക്ക് മേടിച്ചിട്ട് അതുവഴി അങ്ങനെ പോയി കറണ്ട് ബില്ല് അടയ്ക്കാൻ ഇതുവഴി പോണം, അവിടെ പോയി നിൽക്കും. അപ്പൊ നീ കറണ്ട് ബില്ല് അടയ്ക്കാനാണോ വന്നേ അതോ കണ്ണട വാങ്ങിക്കാനാണോ വന്നേ? കണ്ണട മേടിക്കാൻ. എന്താ? അല്ല ഒപ്റ്റിക്കൽസിൽ വന്ന്
അപ്പൊ നിനക്ക് ഏത് കണ്ണാടിയാണ് വേണ്ടത്? എനിക്ക് പവർ ഗ്ലാസ് മതി. പറയുമ്പോ പവർ വേണ്ട, വച്ചിട്ട് പവർ അനു, നമുക്കൊരു പരിപാടി ഉണ്ട്. ഞാനത് മറന്നുപോയി. നേരെ അങ്ങോട്ട് നോക്ക്. എന്നിട്ട് അവിടെ എന്താണ് എഴുതിയേക്കണമെന്ന് വായിച്ചേ. എടാ നീ ആരെന്നല്ല ഞാൻ ചോദിച്ചത്, അവിടെ എഴുതിയേക്കണ വായിക്കാനാണ് പറഞ്ഞേ. കാണാൻ പറ്റുന്നില്ല ചേട്ടാ, എനിക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇതങ്ങോട്ട് വെച്ചേ. ഇനി അങ്ങോട്ട് വായിച്ചേ. കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് വായിക്കാൻ പറ്റുന്നില്ല. വായിക്കാൻ അറിയത്തില്ല. അതങ്ങനെ നിനക്കറിയാം, ലുക്കില് മാത്രമേ കാര്യമുള്ളൂ, ഒരു വിദ്യാഭ്യാസവും ഇല്ല. എന്നിട്ടൊന്ന് നേരത്തെ മരവാഴ എന്ന് വായിച്ചല്ലേ? അത് സ്വന്തമായിട്ട് തന്നെ അറിയാം ഇതൊരു മരവാഴയാണെന്ന്. പിന്നെ എന്താ പറഞ്ഞുകൂടെ? വേറെ വട്ടക്കണ്ണാടി ഉണ്ടോ? വട്ടക്കണ്ണാടി വേറെ ഇല്ലടാ, ഇതേ ഉള്ളു. ഓ, നാളെ വന്ന് ഞാൻ മേടിച്ചത് മാറ്റി വെച്ചാലേ. അയ്യോ, ഇത് മര്യാദക്ക് എടുത്തോണ്ട് പോയാ മതി. അതൊക്കെ പൊട്ടു. നിന്റെ എത്ര രൂപയുണ്ട്? എന്റെ കയ്യില് 1000 രൂപയുണ്ട്. ആ 1000 രൂപ എങ്ങോട്ടാ? 1000 രൂപ തരേ. എന്റെ കറണ്ട് ബില്ലോ? കറണ്ട് ബില്ലൊന്നും വേണ്ട, പോട്ടെ. എത്ര പവറുള്ള കണ്ണാടി വെച്ചിട്ടുണ്ട്? കറണ്ട് ഉണ്ടായാലല്ലേ എന്തെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ. നോക്കട്ടെ. ഒരുമാതിരി വൃത്തിയാട്ട ചിരിയിരിക്കല്ലോ ഏട്ടല്ലേ. ഒരു കസ്റ്റമറെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ചിരിക്കാൻ തോന്നുന്നു? നീ പോക്കോ. എനിക്ക് ഈ കണ്ണാടി വേണ്ട. ഞാൻ 1000 രൂപ തന്നല്ലേ, എനിക്ക് നല്ല കണ്ണാടി മതി, കറുത്ത്. നീ 1000 രൂപ തന്നേല്ലേ? എന്താ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ണാടി നീ എടുത്തോ. ഇത് കൊള്ളാലേ കണ്ണാടി. അയ്യോ, ഇത് നീ വിചാരിക്കും പോലെ സാധാരണ കണ്ണാടിയൊന്നും അല്ല. കലാഭവൻ പ്രചോദനായിട്ട് ഓർഡർ ചെയ്ത് വെച്ചിട്ട് പോയ കണ്ണാടിയാണ്. 2.5 ലക്ഷം രൂപ ബ്ലൂടൂത്ത് കണ്ണാടിയാണ്, അറിയാമോ? അതുകൊണ്ട് ഇതൊന്നും വെക്കാൻ പറ്റത്തില്ല. ഞാൻ വെച്ചു നോക്കട്ടെ ചേട്ടാ. ഒരിക്കൽ വെച്ച് നോക്കി ഞങ്ങൾ വെച്ചോണം കേട്ടോ. എന്റെ ഭഗവാനെ, പ്രചോദേട്ടന്റെ കണ്ണാടി പോയേ. പ്രചോദേട്ടൻ വിളിക്കുമ്പോ ഞാൻ എന്തോ പറയും. നീ എല്ലാം നശിപ്പിച്ചല്ലടാ. ഞാൻ 1000 രൂപ തന്നല്ലേ? എനിക്ക് 1000 രൂപയ്ക്ക് കണ്ണാടി വേണ്ട. അത് 1000 രൂപ നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തു. ഞാൻ വന്ന വഴി ഇങ്ങോട്ട് പോവാ. എവിടെ പോണം? ഇങ്ങോട്ട് വാ. മര്യാദക്ക് 2.5 ലക്ഷം രൂപ വച്ചിട്ട് പൊക്കോണം. അല്ലേ? അയ്യോ, എന്റെ കാശ് പോയി. ഞാൻ ഇപ്പൊ എന്തോ ചെയ്യും? ഒരു വഴിയുണ്ട്. നീ എന്റെ കടയിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യും. 2.5 വർഷം നീ ഇവിടെ വർക്ക് ചെയ്യണം. ഒരു ശമ്പളം പോലും തരാതെ ഞാനങ്ങ് ലാഭിക്കും. പിന്നെ സരിതേ, ഞാൻ നിനക്കൊരു പണി വരുന്നുണ്ടോ? ഇവനെ ഇവിടത്തെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒന്ന് പഠിപ്പിക്കണം. ഞാൻ പഠിപ്പിച്ചോളാം. ഞാൻ അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. അപ്പൊ ഞാൻ നാളെ മുതൽ പണിക്ക് വരുവല്ലേ? നാളെ മുതൽ നീ പണിക്ക് വരുന്നുണ്ട്. നാളെ മുതൽ വിളിക്ക് വരുവല്ലേ? ഇനി ഇങ്ങനൊരു മണ്ടനാന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ. ഞാൻ മുതലാളിക്ക് പറ്റിയത് എന്താണെന്നറിയാവോ? ഉഴുന്നോട് ആഗ്രഹിച്ചവന് ഷവർമ മേടിച്ചു കൊടുത്ത്. ഷവർമ എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് വഴിയാ മനസ്സിലായിക്കോളും. നല്ലൊരു കൈഡി. ഇത് ഇവിടുത്തെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ്. മോനെ, അവള് വലിച്ചപ്പോ എന്താ പറ്റിയത് കൈക്ക്? അതല്ല, നിനക്ക് എന്താ പറ്റിയത്? ഒരുപാട് പരിപാടികളുണ്ടോ? ഒരു പ്രോഗ്രാം ഉണ്ട്, സ്റ്റേജ് പ്രോഗ്രാം. പരിപാടികളുണ്ടല്ലേ? അധികമായിട്ടില്ല, എന്നാലും 27-ാം തീയതി ഉണ്ടായിരുന്നു. ഇനി നാളെയുണ്ട്. അപ്പൊ അതിന്റെ ടെൻഷൻ ഉണ്ടോ മനസ്സില്? ഇല്ല, കുഴപ്പമില്ല. പിന്നെ എന്താ ഇവിടെ നീയാണ് ഇവരെ പലതും ഓർമ്മിപ്പിക്കുന്നത്. പക്ഷെ നീ ഇന്നെല്ലാം മറന്നുപോയി. അവരാണ് നിന്നെ ഓർമ്മിപ്പിച്ചത്. അതെന്ത് പറ്റിയതാ? എന്താ അങ്ങനെ പോയി? അങ്ങനെ പാടില്ല. നമ്മുടെ വേദി ഇതാണ്. ഈ വേദിയെ കൊണ്ടാണ് നമുക്ക് പുറത്ത് പരിപാടി കിട്ടുന്നത്. അപ്പം ഇവിടുത്തെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുക. നല്ല റിഹേഴ്സൽ. നിങ്ങൾ 3 നല്ല ഒരു മിടുക്കനും 2 മിടുക്കുകളും ആകട്ടോ. നമ്മുടെ അച്ചായൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് എന്നാണോ ദേവി ലക്ഷ്മി ആയിട്ടൊന്ന് കാണാൻ നാളായിട്ട്. അല്ല, ദേവിക്ക് ഇപ്പം ആണുങ്ങളുടെ വേഷം ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണോ, അതോ ഇവര് തരുന്ന കിട്ടിയാ കൊള്ളാന്നുണ്ട്? എനിക്കെന്ന് ഞാനായ കൊള്ളാന്നുണ്ട്. അതേപോലെ മോള് കേട്ടോ, നല്ല രസമായിട്ടുണ്ട് കേട്ടോ മോളെ. ഓൾ ദി ബെസ്റ്റ്. ചേട്ടാ, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല കളർഫുൾ ആയിരുന്നു. കാരണം ഇതിനകത്തൊരു തമാശ കൊണ്ടുവരിക എന്നുള്ളത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു സ്പെക്സ് കടയിൽ നമ്മൾ എന്ത് തമാശ കൊണ്ടുവരാം. പക്ഷേ അത്യാവശ്യം തമാശകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ബംഗാളികളുടെ സാധനം നല്ലതാണ്. ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു സ്പെക്സ് വെച്ച ബംഗാളിനെ കണ്ടിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു കറക്റ്റാണ്. പണിയെടുക്കണം. അതുപോലെ മോളുടെ അനന്യയുടെ ഡാൻസ് സ്റ്റെപ്പ് അല്ല, അവള് മെഡിക്കായിരുന്നു. നല്ല ഗ്രേസ് ആയിരുന്നു. അടിപൊളി. പോളീസ് കിറ്റായിരുന്നു കേട്ടോ. അടിപൊളി.
ഞാൻ ഇതിന് ഏറ്റവും അധികം കൈയ്യടി തരുന്നത് അനന്യയുടെ ഒരു മാറ്റം ഭയങ്കരമാണ് കേട്ടോ. സത്യം മോള് എന്താ പറയുന്നത്, മോള് നിന്നങ്ങ് തകർത്തു. ഡാൻസൊക്കെ വളരെ രസമായിരുന്നു കണ്ടിരിക്കാൻ, മോളുടെ പെർഫോമൻസ് രസമായിരുന്നു. അതുപോലെ ദേവിലക്ഷ്മി നീ അസാധ്യ വരുന്നു, ഷോർട്ട് സൈറ്റ് മറ്റേ സൈന്ധവേ മോനും പൊളിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു പ്രോഗ്രാമിൻ്റെ ക്ഷീണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അത് നീ നന്നായിട്ട് നോക്കണം കേട്ടോ. 3 പേര് നന്നായിരുന്നു, ഇനിയും നല്ല നല്ല സ്കിറ്റുകൾ ചെയ്യണം കേട്ടോ. എങ്ങനെ ഫാൻസൊക്കെ കൂടി എണ്ണം? ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണ്? ഞങ്ങള് സരസ്മേള ഉണ്ടായിരുന്നല്ലോ അവിടെ, ഞാൻ പറഞ്ഞില്ലായിരുന്നു? അവിടെ ഞാൻ ചെന്ന് ഷാജാണങ്ങളുടെ പ്രോഗ്രാം ആയിരുന്നു, ഞാൻ അനൗൺസ്മെന്റ് ചെയ്ത്. അദ്ദേഹത്തിന്റെ കാര്യം ഇവിടെ പറയണ്ട, അത് പറയണ്ട. കണ്ണാടി ഉണ്ടായിരുന്നു, ഷാജാൻ 2 കണ്ണാടി വാങ്ങിച്ചു. അതെ അതെ, നിന്റെ കാര്യം പറ. സരസ്മേളയ്ക്ക് നീ അവിടെ ചെന്നു. പ്രോഗ്രാമിന്റെ ഒന്ന് ഷാജാണങ്ങളെ പറഞ്ഞു, എന്റെ പേര് പറഞ്ഞു, സ്റ്റേജ് കയറ്റി ആദരവൊക്കെ തന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാരും ഫാൻസ് എല്ലാരും വന്നു, ഇഷ്ടം പോലെ ആൾക്കാര്. അന്നേരം ഷാജോന്റെ അവസ്ഥ എന്തായിരുന്നു? ഷാജാൻ ഓടി രക്ഷപ്പെട്ടില്ലേ? ഷാജാൻ പറഞ്ഞല്ലോ, ഷാജാൻ ഒറ്റക്ക് സ്റ്റേജിൽ ഇവര് വലിയ പ്ലാന്റ് ആയിരുന്നു. അവസാനം അവിടെ ഇവന്റെ ഫോട്ടോ ആരെ എടുത്തു കൊടുന്നറിയോ? ഷാജോൺ. എനിക്ക് ഭയങ്കര ഫാൻസ് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ഷാജോൺ പറഞ്ഞാടാ ഒരു രക്ഷയില്ല, സരസമേള എന്നല്ല സൈന്ധവ മേള എന്നായിരുന്നു അതിന്റെ പേരെടുത്ത്. അടിപൊളി കേട്ടോ. പിന്നെ മാർക്ക് ഇങ്ങോട്ട് തന്ന എന്തായാലും ഞാൻ മനസ്സറിഞ്ഞൊരു 10 രൂപ അങ്ങോട്ട് കൊടുക്കുകയാണ്. 10,000 രൂപ സിറിക്കട വകയുണ്ട്. ചേട്ടാ 10 രൂപ കിട്ടി. ഞാനും കുറക്കണില്ല, 10 രൂപ. അപ്പം ടോട്ടൽ 20,000 രൂപ ആയിട്ടുണ്ട്. പ്രചോദേട്ടാ ഞാൻ ബാക്കി പിടിച്ചു, ഒപ്റ്റിക്കൽസ് എല്ലാം കൂടെ കൊടുത്ത്. ഓക്കെ, 50,000 രൂപ. അടിപൊളി അടിപൊളി. അടുത്ത പ്രാവശ്യം ഷെയറായിട്ട് വന്നിട്ട് നമുക്കൊരു സിൽവർ ഗോൾഡ് ഒക്കെ അടിക്കണം. ശരിടാ ദേവാ. ഓക്കെടാ, ബൈ, ടാറ്റാ. അപ്പോ ഇന്നത്തെ സമയം കഴിഞ്ഞു. അധികം വർത്തമാനങ്ങളൊന്നുമില്ല, ഒരുപാട് ചിരിച്ചിട്ടുണ്ട് എല്ലാവരും. നന്നായിട്ട് കിടന്നുറങ്ങുക. അടുത്ത എപ്പിസോഡിൽ ഇനിയും ചിരിക്കാൻ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.